വരയ്ക്കാനുള്ളവരൊക്കെ കൂടെ പോന്നോട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ വരയ്ക്കണേ. ഇതിൽ തുടക്കത്തിൽ വരച്ചേക്കുന്ന ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഏകദേശം വേറെ ഒരെണ്ണത്തിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ല, വേറൊരു ഡിസൈനാക്കി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പം ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് എന്ത് വരയ്ക്കും എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വരച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഒരു വര കൊണ്ട് നിർത്താമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിലൊരു പൂർണ്ണത തോന്നാവുന്നത് കൊണ്ടാണ് പിന്നെ വീണ്ടും ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന പോലെ കള്ളികളാക്കി തിരിച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് വരച്ച് കഴിയുകയും ചെയ്യും. കൂടുതൽ കോംപ്ലിക്കേഷനൊന്നും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരുന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. എങ്ങനെയാണ് വരയ്ക്കണേന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് അതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് വരച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാണുമ്പോൾ അത്ര സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ സമയം എടുക്കും കേട്ടോ. ഞാൻ 2 ദിവസം എടുത്തിട്ടാണ്, ഞാൻ നോർമൽ എടുക്കാവുന്ന സമയം എടുത്തു, എന്നിട്ടും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കൂടിയും ഫില്ല് ചെയ്തിട്ടാണ് ഇത് കഴിഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ സമയം എടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചില ആളുകളുണ്ട് കേട്ടോ, അയ്യോ കുറേ സമയം സ്പെൻഡ് ചെയ്ത് വരയ്ക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരയ്ക്കായിരുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മളെങ്ങനെയാണ് വരയ്ക്കാമെന്ന് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇതിൽ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു വ്യൂ കാണുമ്പോൾ ഇത്ര സിമ്പിളായിരുന്നു ഇത് വരയ്ക്കാൻ എന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ ടെൻഷൻ അടിച്ച് കുറേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഡ്രോയിങ്സിനേക്കാളും സിമ്പിളായിട്ട് വരയ്ക്കുന്നതാണ് എല്ലാവർക്കും താല്പര്യം, അല്ലേ? അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഡ്രോയിങ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. വേറെ ഒന്നല്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ ആയാലും ഡ്രോയിങ്ങിൻ്റെ ഒക്കെ ആയാലും താഴെ കമൻസ് കാണാറുണ്ട്. കുറേ പേരൊന്നല്ലെങ്കിലും കുറച്ച് കമൻസൊക്കെ കാണാറുണ്ട്. ഞങ്ങളിത് വരച്ച് നോക്കും, ഞാനിത് വരച്ച് നോക്കും, ട്രൈ ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ആയാലും ഡ്രോയിങ്സ് ആയാലും നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വരച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസ് ചെയ്തോളൂ. അതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാനുള്ള ഇൻസ്പിറേഷൻ. പിന്നെ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് ഫില്ല് ചെയ്യൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണോ, ഇത് ഫില്ല് ചെയ്യാത്തതാണോ ഭംഗിയെന്ന് നിങ്ങൾ കമൻസ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ.